കനത്ത മഴയിൽ കോഴിക്കോട് പന്തീരാങ്കാവ് ബൈപ്പാസിൽ സർവീസ് റോഡിന് മതിലിടിഞ്ഞു വീണ ഒരാൾക്ക് പരിക്കേറ്റു. നിരവധി വീടുകൾക്കും അങ്കണവാടികൾക്കും കേടുപാടുണ്ട്. പ്രദേശത്തെ ക്ഷേത്രവും തകർന്നു. കൂടുതൽ സ്ഥലത്ത് മതിലുകൾ അപകടാവസ്ഥയിലാണ് എന്നും അധികൃതർ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 9:30യോടെയാണ് പന്തീരാങ്കാവിൽ വലിയ അപകടമുണ്ടായത്. നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ നിർമ്മിച്ച 10 മീറ്ററോളം ഉയരമുള്ള സുരക്ഷാ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. 4 വീടുകൾക്കും അങ്കണവാടിക്കും ക്ഷേത്രത്തിനും മേലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നയാൾക്ക് പരിക്കേറ്റു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാൾ സുഖം പ്രാപിച്ചു വരികയാണ്. ഇവിടെ ഈ വീട്ടിൽ കിടക്കുന്ന ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇപ്പോൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. വീണ്ടും കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്, കാരണം എല്ലിന് പൊട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മതിൽ ഇടിഞ്ഞു വീഴുമ്പോൾ റോഡിലൂടെ പോവുകയായിരുന്ന ആംബുലൻസ് താഴേക്ക് പതിച്ചു. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ചാണ് ഉയർത്തിയത്. ആംബുലൻസ് റൺ ചെയ്യുന്ന സമയത്താണ് ഇത് മറിഞ്ഞു വീഴുന്നത്. ആംബുലൻസ് രോഗികളെ കയറ്റാൻ വേണ്ടി പോകുന്ന ആംബുലൻസ് ആയിരുന്നു. അതടക്കം പോയി. രാത്രി 2 മണിയോട് കൂടിയിട്ടാണ് അതിനെ ഞങ്ങൾ ക്രെയിൻ കൊണ്ടുവന്ന് പൊക്കാൻ കഴിഞ്ഞത്. സംഭവം രാത്രിയായതിനാൽ അങ്കണവാടിയിൽ കുഞ്ഞുങ്ങളില്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. മാസങ്ങൾക്ക് മുൻപ് തന്നെ സർവീസ് റോഡിൽ വിള്ളലുണ്ടായിരുന്നുവെന്നും ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുത്തില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അപകടം നടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാതിയുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.